നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നാണിപ്പിക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരികയാണ്. പല തുറന്നു പറച്ചിലുമായി നിരവധി നടിമാർ രംഗത്ത് വരുന്നു, വനിതകൾ രംഗത്ത് വരുന്നു, സിനിമാ പ്രവർത്തകർ വരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ പുരുഷന്മാരും പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള നടുക്കുന്ന വെളിപ്പെടുത്തലാണ് ചിലർ നടത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി രാജിവെച്ച സംവിധായകൻ കൂടിയായിട്ടുള്ള രഞ്ജിത്തിനെ കുറിച്ചുള്ളതാണ്. രഞ്ജിത്ത് ഒരു യുവാവിൻ്റെ നഗ്നചിത്രങ്ങൾ പകർത്തി സഹനടിയായ രേവതിക്ക് അയച്ചു കൊടുത്തു എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് രഞ്ജിത്ത് ഇരയാക്കി എന്നുള്ള ആരോപണമാണ് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് ഉയർത്തിയത്. സിനിമയിൽ തനിക്ക് അവസരം നൽകാമെന്ന് പറഞ്ഞ് അവസരം ചോദിച്ചെത്തിയപ്പോൾ തന്നെ ഒരു മുറിക്കുള്ളിൽ വെച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും തൻ്റെ ചിത്രം പകർത്തി മറ്റൊരു നടിക്ക് അയച്ചു കൊടുത്തു എന്നുള്ള ആരോപണമാണ് യുവാവ് ഉയർത്തുന്നത്. തൻ്റെ നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുത്തത് നടി രേവതിക്കാണെന്നാണ് യുവാവിൻ്റെ ആരോപണം. രഞ്ജിത്ത് മുറിയിലുള്ള സമയത്ത് തന്നോട് വസ്ത്രം മുഴുവൻ മാറി നഗ്നനായി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യം തനിക്ക് മദ്യം നൽകി മുറിക്കുള്ളിലേക്ക് എത്തിച്ചുവെന്നാണ് യുവാവ് പറഞ്ഞത്. ആ സമയം രഞ്ജിത്ത് ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കാമെന്നാണ് യുവാവ് ഒരു ചാനലിനോട് വെളിപ്പെടുത്തിയത്. പിന്നീടാണ് രേവതിയാണെന്ന് രഞ്ജിത്ത് തന്നോട് പറഞ്ഞതായി യുവാവ് പറയുന്നത്. രേവതിയുമായി രഞ്ജിത്തിന് ബന്ധമുണ്ടോ എന്ന് തനിക്ക് അറിയില്ല എന്ന് യുവാവ് ചൂണ്ടിക്കാണിക്കുന്നു. അതിനുശേഷം തന്നോട് വസ്ത്രം മാറാനും അതിൻ്റെ ഒരു ചിത്രമെടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആർക്കാണ് തൻ്റെ ചിത്രം അയച്ചു കൊടുത്തതെന്ന് താൻ ചോദിച്ചു. അപ്പോൾ രേവതിക്കാണെന്നും നിന്നെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായി എന്നും രഞ്ജിത്ത് തന്നോട് പറഞ്ഞതായി യുവാവ് വെളിപ്പെടുത്തി. ബംഗളൂരുവിലെ മുറിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നതെന്നും യുവാവ് വ്യക്തമാക്കുന്നു. ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രം പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ചോ മറ്റോ ആയി ബന്ധപ്പെട്ടാണ് ഈ ആൾ ഉണ്ടായിരുന്നതെന്നും യുവാവ് പറയുന്നു. ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് 2012 ഏകദേശം 14 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് യുവാവ് ചൂണ്ടിക്കാണിക്കുന്നത്. അവസരം തേടി ഹോട്ടൽ റൂമിലെത്തിയപ്പോൾ തനിക്ക് രഞ്ജിത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ച് തന്നു. അതിൽ സന്ദേശം അയക്കാൻ ആവശ്യപ്പെട്ടാണ് രഞ്ജിത്ത് അന്ന് മടങ്ങിയത്. ബംഗളൂരു താജ് ഹോട്ടലിൽ 2 ദിവസത്തിന് ശേഷം എത്താനായി ആവശ്യപ്പെട്ടു. രാത്രി ഏകദേശം ഒരു 10 മണിയോടെ ഹോട്ടലിലെത്തി. തന്നോട് പുറകുവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് എത്താനായി നിർദ്ദേശം നൽകുകയായിരുന്നു രഞ്ജിത്ത്. മുറിയിലെത്തിയപ്പോഴാണ് നിർബന്ധിച്ച് മദ്യം നൽകി കുടിപ്പിച്ചത്. ശേഷമാണ് തൻ്റെ വസ്ത്രം മുഴുവൻ അഴിപ്പിച്ച് തന്നെ പീഡിപ്പിച്ചതായി യുവാവ് ആരോപിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും യുവാവ് ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.